നമസ്കാരം. നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന തൻ്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്റിന്റെ റിലീസിന് മുന്നോടിയായി ധനുഷിനെതിരെ നയൻതാര രംഗത്തെത്തിയത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. കോടതി കയറിയ വിവാദത്തിന് ശേഷം ധനുഷിനെ പിന്തുണയ്ക്കുന്നവരും നയൻതാരയെ പിന്തുണയ്ക്കുന്നവരും ഉണ്ടാവുകയായിരുന്നു. നയൻതാരയെ പിന്തുണച്ചുകൊണ്ട് എത്തിയത് ധനുഷിനൊപ്പം അഭിനയിച്ച നായിക നടിമാർ തന്നെയാണ് എന്നത് ശ്രദ്ധേയമായിരുന്നു. ഇപ്പോൾ നയൻതാരയ്ക്ക് എതിരെ ധനുഷ് ഫാൻസും രംഗത്തെത്തിയിട്ടുണ്ട്. നയൻതാരയുടെ മുൻകാമുകൻ പ്രഭുദേവയുടെ ഭാര്യയായിരുന്ന റംലത്ത് അന്ന് പറയ ചില തുറന്നു പറച്ചിലുകളുടെ വീഡിയോ ആണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത്. നയൻതാരയെ എവിടെ വെച്ച് കണ്ടാലും തല്ലും എന്ന് റംലത്ത് അന്ന് പരസ്യമായി പറഞ്ഞിരുന്നു. അത്രയധികം വിവാദപരമായിരുന്നു അന്നത്തെ ആ പ്രണയവും ബ്രേക്കപ്പും എല്ലാം. 1995 ഡാൻസർ ആയിരുന്ന റംലത്തുമായി പ്രഭുദേവയുടെ വിവാഹം കഴിഞ്ഞത്. പ്രഭുദേവയെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് മുസ്ലിം ആയിരുന്ന റംലത്ത് മതം മാറുകയും ലത എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇരുവർക്കും 3 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. മൂത്ത മകൻ 13ാം വയസ്സിൽ ക്യാൻസർ വന്ന് മരണപ്പെട്ടത് പ്രഭുദേവയെ മാനസികമായി തകർത്തിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും 15 വർഷത്തെ തങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായിരുന്നു എന്നാണ് റംലത്ത് പറഞ്ഞത്. നയൻതാര ജീവിതത്തിലേക്ക് വരുന്നത് വരെ എന്നെയും മക്കളെയും നന്നായി നോക്കിയിരുന്നു. ഞങ്ങൾക്കായി പ്രഭുദേവ പുതിയ വീടൊക്കെ വെച്ച് തന്നു. എന്നാൽ മറ്റൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുക്കുന്ന സ്ത്രീ വന്നതോടെ എല്ലാം മറിയുകയായിരുന്നു. ഒരു സ്ത്രീ എങ്ങനെ ആകരുത് എന്നതിന് തെളിവാണ് നയൻതാരയെന്നും അവരെ എവിടെ വെച്ച് കണ്ടാലും താൻ തല്ലുമെന്നുമാണ് റംലത്ത് പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോയും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. 12 കൊല്ലം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ റംലത്തിൽ നിന്ന് പ്രഭുദേവ വിവാഹമോചനം തേടുകയായിരുന്നു. വിവാഹിതരാകാൻ പോകുന്നു എന്നും സിനിമ ഉപേക്ഷിക്കുന്നു എന്നും നയൻതാരയും പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ പോയതിനും വേഗത്തിൽ നയൻതാര തിരിച്ചെത്തുകയായിരുന്നു. 2012 ഇരുവരും വേർപിരിഞ്ഞു. ആ വേർപിരിയൽ വാർത്ത തന്നെ മാനസികമായി തകർത്തു. എന്നാൽ അതിൽ നിന്നുള്ള തിരിച്ചുവരവ് വ്യക്തിപരമായും കരിയറിലും കൂടുതൽ കരുത്തുള്ളവരാക്കി എന്നാണ് ജയൻ പറഞ്ഞിരിക്കുന്നത്. സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം ചെയ്ത നയൻതാര ഇപ്പോൾ ഉയർ ഉലഗ് എന്നീ ഇരട്ടക്കുട്ടികളുടെ അമ്മ കൂടിയാണെന്ന്. പ്രഭുദേവയും 2020 മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു. ഡോക്ടർ ഹിമാനി സിംഗ് ആണ് പ്രഭുദേവയുടെ ഭാര്യ. ഈ ഒരു ബന്ധത്തിൽ അടുത്തിടെ ഒരു പെൺകുഞ്ഞ് പിറന്ന സന്തോഷ വാർത്തയും പുറത്തുണ്ടായിരുന്നു. എന്നാൽ ആ സംഭവത്തിന് ശേഷം റംലത്ത് മാധ്യമങ്ങളിൽ നിന്നെല്ലാം അകന്ന് ജീവിക്കുകയാണ് ഇപ്പോൾ.